ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടി ചോദിച്ചാൽ അത് കായകൽപ്പമാണ്. കായകൽപ്പം പരിപാടി. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്തു പോവാം? കായകൽപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കയ്പ് എന്ന് കണക്ട് ചെയ്തൂടെ? കായകൽപ്പം, കയ്പ്. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടാൽ എന്താണ്? അത് നമുക്ക് കയ്പേറിയ അനുഭവം നൽകുമെന്ന രീതിയിൽ കണക്ട് ചെയ്തു പോവാം. കേരളത്തിലെ ആരോഗ്യ മേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും പരിഹരിക്കുക ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പ് നടത്തുന്ന ജനസമ്പർക്ക പരിപാടിയാണ് കായകൽപ്പം. കായകൽപ്പം ജനസമ്പർക്ക പരിപാടി. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനം ചോദിച്ചാൽ അത് ഒഡീഷയാണ്. ഒഡീഷ. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഒഡീഷ അല്ലെ, നമ്മൾ എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ എന്താണ് കുട്ടികളെ പഠിപ്പിക്കാനുള്ള അതൊരു ടെൻഷൻ ഉള്ള കാര്യം തന്നെയാണ് അല്ലെ. നമ്മൾ ഓടി നടന്ന് ചെയ്യണം അല്ലെ, ഓടി നടന്ന് ചെയ്യണമല്ലോ. അപ്പോ ഇനി എന്ത് വേണ്ട? ഇങ്ങനെ ഓടി നടന്ന് ടെൻഷൻ അടിച്ച് ഓടി നടക്കൊന്നും വേണ്ട. എന്താണ്? കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. അപ്പൊ നമ്മുടെ 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനക്കാരിയാണ് എന്നുള്ളത് അല്ലെ. അപ്പോ ഒഡീഷക്കാരിയാണ്. അപ്പൊ ഒഡീഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് കൂടെ പഠിച്ചു. സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് ഒഡീഷ. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം രചിച്ചത് എന്ന പുസ്തകം രചിച്ചത് ആരാണ്? ശുഭാംശു ശുക്ലയാണ്. അപ്പോ ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഭ്രമണപഥം എന്നാണ് അല്ലെ. അപ്പൊ ഭ്രമണപഥത്തിൽ എത്തുക എന്നുള്ളത് എന്താണ്? ശുഭമായി എന്നോർക്കാം. ശുഭം. ഓർബിറ്റിൽ എത്തുക എന്നുള്ളത് ശുഭമായി നടന്നു എന്ന രീതിയിൽ ശുഭാംശു ശുക്ല രചിച്ച പുസ്തകമാണ് ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന് കണക്ട് ചെയ്ത് വെച്ചൂടെ. ദ സെക്കൻഡ് ഓർബിറ്റ് എന്ന പുസ്തകം രചിച്ചത് ശുഭാംശു ശുക്ലയാണ്. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ജോർജിയാസ് വിഷൻ. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണി രചിച്ച പുസ്തകമാണ് ജോർജിയാസ് വിഷൻ. ന്യൂസിലാൻഡിൽ നടന്ന വനിതാ ഹോക്കി നേഷൻസ് കപ്പ് ടൂർണമെന്റ് ജേതാക്കൾ. ന്യൂസിലാൻഡിൽ നടന്ന വനിതാ ഹോക്കി നേഷൻസ് കപ്പ് ടൂർണമെന്റ് ജേതാക്കൾ ചോദിച്ചാൽ ഇന്ത്യയാണ്. നേഷൻസ് കപ്പ് ടൂർണമെന്റ് ജേതാക്കൾ ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ഇനി 2026 അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം എവിടെ വെച്ചാണ് നടന്നത്? 2026 അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം നടന്നിട്ടുള്ളത് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടാണ്. റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടാണ് 2026 അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം നടന്നിട്ടുള്ളത്. അപ്പൊ സാമ്പത്തികം എന്നതിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാം. എന്താണ് സാമ്പത്തികം ഉണ്ടെങ്കിൽ എന്താണ്? വല്ലതും കഴിക്കാം. ഇവിടെ എന്താണ്? ബർഗർ അല്ലെ. ബർഗർ എന്ന രീതിയിൽ കണക്ട് ചെയ്ത് വെക്കാം. സാമ്പത്തികം ഉണ്ടെങ്കിൽ നമുക്ക് ബർഗർ ഒക്കെ കഴിച്ച് ഡെയിലി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് മുന്നോട്ട് പോവാം. അപ്പൊ 2026 അന്താരാഷ്ട്ര സാമ്പത്തിക ഫോറം എവിടെ വെച്ചാണ് നടന്നത്? റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ചിട്ടാണ്. 2026 ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ജേതാക്കൾ ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അപ്പൊ നോക്കൂ, ന്യൂസിലാൻഡിൽ നടന്ന വനിതാ ഹോക്കി 2026 വനിതാ ഹോക്കി നേഷൻസ് കപ്പ് ടൂർണമെന്റ് ജേതാക്കൾ ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. അതുപോലെ തന്നെ 2026 ഏഷ്യ കപ്പ് അണ്ടർ 18 പുരുഷ ഹോക്കി ജേതാക്കൾ ചോദിച്ചാലും അത് ഇന്ത്യയാണ്. മഹാരാഷ്ട്രയിലെ സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. മഹാരാഷ്ട്രയിലെ സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് ചോദിച്ചാൽ അത് ലോകമാന്യ മധുദണ്ഡവതെ ടെർമിനസ് എന്നതാണ്. ലോകമാന്യ മധുദണ്ഡവതെ ടെർമിനസ് എന്നതാണ് സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ സാവന്തവാടി എന്ന് പറയുമ്പോൾ വാടി കണക്ട് ചെയ്യാം. എന്താ വാടിയത്? പൂക്കളാണ് എന്ന് കണക്ട് ചെയ്യാം. പൂക്കൾ വാടി ട്ടോ. വാടിയ പൂവിന് എന്തുണ്ടാവില്ല? മധുരം ഉണ്ടാവില്ല, മധു ഉണ്ടാവില്ല അല്ലെ. മധുരം ഉണ്ടാവില്ല. അപ്പൊ മധുരം എന്നതിൽ നിന്ന് മധുദണ്ഡവതെ കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ വാടിയ പൂവിൽ എന്തില്ല? മധുരമില്ല. മധുദണ്ഡവതെ ടെർമിനസ് എന്നതാണ് സാവന്തവാടി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര്. ദ ടെയിൽ ഓഫ് കാഹെ എന്ന നോവൽ രചിച്ചത്. ദ ടെയിൽ ഓഫ് കാഹെ എന്ന നോവൽ രചിച്ചത് ഹാരുക്കി മുറക്കാമിയാണ്. ഹാരുക്കി മുറക്കാമി. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ ടെയിൽ എന്ന് പറയുമ്പോൾ വാല് കണക്ട് ചെയ്ത് വെക്കാം അല്ലെ.
നമ്മുടെ പൂച്ചയുടെ ഒക്കെ വാല്, പൂച്ച എവിടെ ഒളിച്ചിരിക്കുകയാണ്? നമ്മുടെ മുറത്തിനുള്ളിൽ ഒളിച്ചിരിക്കുകയാണ്. വാൽ എവിടെ കാണാം? പുറത്ത് കാണാം എന്ന രീതിയിൽ. അപ്പോൾ പൂച്ച എവിടെയാണ്? മുറത്തിന്റെ അകത്താണ്. മുറം എന്നതിൽ നിന്ന് മുറക്കാമി, ജസ്റ്റ് കണക്ട് ചെയ്ത് പോയിക്കൂടെ? ദ ടെയിൽ ഓഫ് കാഹെ എന്ന നോവൽ രചിച്ചത് ഹാരുക്കി മുറക്കാമിയാണ്. 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയ രാജ്യം, 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ള രാജ്യം ചോദിച്ചാൽ അത് നോർവേ ആണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? അപ്പോ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന റിപ്പോർട്ടറിനോടൊന്നും ആരും എന്ത് പറയില്ല? നോവേ എന്ന് പറയില്ല അല്ലെ? ആരും അങ്ങോട്ട് വരണ്ട എന്നുള്ള ആ കാര്യം ആരും പറയില്ല. നോവേ എന്നുള്ള കാര്യം എവിടെയല്ല? വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സ് ആണ്. അപ്പൊ നോവേ എന്നുള്ള വാക്ക് അവിടെ പറയാറില്ല. അപ്പൊ നോവേ എന്നതിൽ നിന്ന് നോർവേ കണക്ട് ചെയ്ത് വെക്കാം. ഇനി ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ എത്രയാണ്? 2026 ഇന്ത്യയുടെ സ്ഥാനം ചോദിച്ചാൽ 157 ആണ്. 2026 ഇന്ത്യയുടെ പൊസിഷൻ എത്രയാണ്? 157. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? നമ്മളെ 1857 റിവോൾട്ട് കണക്ട് ചെയ്ത് പോവാം. അതിൽ നിന്ന് 8 ഒന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 157. നമ്മുടെ 1857 സ്വാതന്ത്ര്യ സമരം, 1ാം സ്വാതന്ത്ര്യ സമര കാലത്തൊന്നും നമുക്ക് എന്തില്ല? പ്രസ് ഫ്രീഡം പ്രസ് ഫ്രീഡം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിൽ ജസ്റ്റ് കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഇന്ത്യയുടെ സ്ഥാനം 157 ആണ്. അപ്പൊ 2026 വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ 1ാം സ്ഥാനം നേടിയിട്ടുള്ളത് നോർവേ ആണ്. 2026 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ്, 2026 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ ആരാണ്? സോണിയ ചെറിയാൻ. സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. സ്നോ ലോട്ടസ് പഠിച്ചു വെക്കുക. സോണിയ ചെറിയാന്റെ സ്നോ ലോട്ടസ് എന്ന കൃതിക്കാണ് 2026 നന്ദനാർ സാഹിത്യ പുരസ്കാരം. അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? നന്ദനാർ എന്ന് പറയുമ്പോൾ നന്ദന എന്ന പെൺകുട്ടിയുടെ പേര് കണക്ട് ചെയ്ത് പോവാം. നന്ദനാർ എന്നതിൽ നിന്ന് നമ്മൾ നന്ദന എന്നൊരു പെൺകുട്ടിയുടെ പേര് കണക്ട് ചെയ്ത് വെച്ചു. അപ്പോ നമ്മുടെ നന്ദന എന്താണ്? ചെറിയ ലോട്ടസ് കയ്യിലെടുത്തു എന്നൊക്കെ ഓർക്കാം. സോണിയ ചെറിയാൻ ചെറിയ ലോട്ടസ്, സ്നോ ലോട്ടസ് എന്ന കൃതിക്കാണ് എന്നും ഓർക്കാലോ. നന്ദന എന്ന പെൺകുട്ടി എന്താണ്? ചെറിയ ലോട്ടസ് കയ്യിലെടുത്തു എന്നൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് പോവാം. അപ്പൊ 2026 നന്ദനാർ സാഹിത്യ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് സോണിയ ചെറിയാനാണ്. 2026 അക്കിത്തം പുരസ്കാര ജേതാവ്, 2026 അക്കിത്തം പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് മധുസൂദനൻ നായർ ആണ്. കവിയായിട്ടുള്ള മധുസൂദനൻ നായർക്കാണ് 2026 അക്കിത്തം പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പോ എങ്ങനെ ഓർക്കാം? അക്കിത്തത്തിന്റെ കവിതകളൊക്കെ എങ്ങനെയാണ്? നല്ല മധുരമുള്ളതാണ് എന്നോർക്കാം. അക്കിത്തം കവിതകൾ നല്ല മധുരമുള്ളതാണ് എന്നോർത്താൽ മധുസൂദനൻ നായർ എന്ന് കണക്ട് ചെയ്യാലോ. 2026 അക്കിത്തം പുരസ്കാര ജേതാവ് ചോദിച്ചാൽ മധുസൂദനൻ നായർ ആണ്. ഇന്ധന റേഷനിംഗ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യം, ഇന്ധന റേഷനിംഗ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലോവേനിയ. ഇന്ധന റേഷനിംഗ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലോവേനിയ. അപ്പൊ ഇന്ധനമില്ലാത്തത് കൊണ്ട് എന്താണ്? അവിടെയുള്ള കാര്യം നല്ല സ്ലോ ആണ് എന്നോർത്താൽ ഇന്ധന റേഷനിംഗ് നടപ്പാക്കുന്ന ആദ്യ യൂറോപ്യൻ യൂണിയൻ രാജ്യമാണ് സ്ലോവേനിയ എന്ന് കണക്ട് ചെയ്യാലോ. 2026 ആഭേൽ പുരസ്കാര ജേതാവ്, 2026 ആഭേൽ പുരസ്കാര ജേതാവ് ചോദിച്ചാൽ അത് ഗെർഡ് ഫാൾട്ടിങ്സ് ആണ്. ഗെർഡ് ഫാൾട്ടിങ്സ് ആണ് 2026 ആഭേൽ പുരസ്കാര ജേതാവ്. അപ്പൊ ഫാൾട്ടിങ്സ് എന്തിൽ നിന്ന് നമുക്ക് ഇവിടെ ഫ്ലാറ്റ് എന്ന് കണക്ട് ചെയ്തൂടെ? അപ്പൊ ഇവിടെ ബെല്ല് എന്നും കണക്ട് ചെയ്യാം. അപ്പൊ ബെല്ല് അടിച്ചത് എവിടെയാണ്? ഫ്ലാറ്റിലാണ് എന്നോർക്കാം. ഫ്ലാറ്റ് എന്നതിൽ നിന്ന് ഫാൾട്ടിങ്സ് കണക്ട് ചെയ്ത് പോവാം. 2026 ആഭേൽ പുരസ്കാര ജേതാവാണ് ഗെർഡ് ഫാൾട്ടിങ്സ്. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത്, നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രി ചോദിച്ചാൽ അത് ബലേന്ദ്ര ഷായാണ്. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയാണ് ബലേന്ദ്ര ഷാ. നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അപ്പൊ നേപ്പാളിന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി കൂടിയാണ്, ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രി ഏറ്റവും പ്രായം കുറവുള്ള പ്രധാനമന്ത്രിയാണ് ബലേന്ദ്ര ഷാ. ആ രീതിയിൽ കണക്ട് ചെയ്യാൻ. നേപ്പാളിൽ പ്രധാനമന്ത്രി ആരാണ്? ബാലനാണ്. ബാലൻ എന്നതിൽ നിന്ന് ബലേന്ദ്ര ഷാ എന്നും കണക്ട് ചെയ്യാലോ. നേപ്പാളിന്റെ 47ാമത് പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ബലേന്ദ്ര ഷായാണ്.